ഇന്ന് നമ്മൾ നോക്കുന്നത് NTM ദാറ്റ് ഈസ് നോൺ ട്യൂബർക്ലോസിസ് മൈക്രോബാക്ടീരിയത്തിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമുക്ക് അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റയോൺസ് ക്ലാസിഫിക്കേഷൻ കണ്ടായിരുന്നു. റയോൺസ് ക്ലാസിഫിക്കേഷന്റെ ഫസ്റ്റ് ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഫോട്ടോക്രോമജൻ കണ്ടിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് കോട്ടോക്രോമജൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ രണ്ടിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് നോൺ ഫോട്ടോക്രോമജനെയും അതുപോലെ തന്നെ റാപ്പിഡ് ഗ്രോവേഴ്സിനെ പറ്റിയാണ് നോക്കുന്നത്. ഓക്കെ, ഈ നോൺ ഫോട്ടോക്രോമജൻ പേര് തന്നെയാണ് എന്താണ് നോൺ ഫോട്ടോക്രോമജൻസ്. ദാറ്റ് ഈസ് ഇതെന്തായിരിക്കും ഈ ലൈറ്റിന്റെ പ്രസൻസിലും അതുപോലെ തന്നെ ഡാർക്കിന്റെ പ്രസൻസിലും, അതായത് ലൈറ്റിലും നൈറ്റിലും മീൻസ് ഡേയിലും നൈറ്റിലും എന്തുണ്ടാവില്ല, ഒരു പിഗ്മെന്റും പ്രൊഡക്ഷൻ നടക്കത്തില്ല ഈ ഒരു ഓർഗാനിസത്തിന്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് മൈക്രോബാക്ടീരിയം ഏവിയം കോംപ്ലക്സ് അല്ലെങ്കിൽ മൈക്രോബാക്ടീരിയം MAC എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൈക്രോബാക്ടീരിയം ഏവിയം കോംപ്ലക്സ് ഓർ മൈക്രോബാക്ടീരിയം ഏവിയം ഇൻട്രാസെല്ലുലാറെ കോംപ്ലക്സ് എന്ന് കൂടി പറയുന്നുണ്ട് അതിന് കേട്ടോ. MAC ഓർ MAIC എന്ന് കൂടി പറയുന്നുണ്ട്. അത് കൂടാണ്ട് വരുന്നതാണ് മൈക്രോബാക്ടീരിയം സിനോപ്പി, മൈക്രോബാക്ടീരിയം അൾസറൻസ് ഒക്കെയാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഓർഗാനിസംസ്. അത് കൂടാണ്ട് മൈനർ പാത്തജൻസ് ആയിട്ട് വരുന്ന മൈക്രോബാക്ടീരിയം ടെറ ഉണ്ട്, മൈക്രോബാക്ടീരിയം ട്രിവിയെ ഉണ്ട് ആൻഡ് മൈക്രോബാക്ടീരിയം നോൺ ക്രോമോജനീഷ്യം വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമന് റയർ ആയിട്ട് ഇൻഫെക്ഷൻ മാത്രം കോസ് ചെയ്യുന്നേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് MAC, സിനോപ്പി ആൻഡ് അൾസറൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഇന്നത്തെ മൈക്രോബാക്ടീരിയം അൾസറൻസിന് നമുക്ക് ചില സമയത്ത് 3 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെ പറയുന്ന മൈക്രോബാക്ടീരിയം MAC അല്ലെങ്കിൽ MAIC എന്ന് കൂടി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് മൈക്രോബാക്ടീരിയം ഏവിയം ആൻഡ് മൈക്രോബാക്ടീരിയം ഇൻട്രാസെല്ലുലാറെ കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിലാണ് കണ്ടുപെടുന്നത്. അതായത് സോയിലിൽ കാണപ്പെടും, വാട്ടറിൽ കണ്ടുപെടും. വാട്ടർ എന്ന് പറയുമ്പോൾ വൈഡ് വെറൈറ്റീസ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൽ കാണാം, അതുപോലെ തന്നെ എന്താണ് ഓഷൻ വാട്ടറിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ സ്ട്രോങ്ലി ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ് ആയിരിക്കും. ഇതിന്റെ ആസിഡ് ഫാസ്റ്റ്നെസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെൽ വാളിൽ ഹൈ എമൗണ്ട് ഓഫ് ലിപ്പിഡ് കണ്ടന്റ് ഉണ്ടാവും. നമ്മുടെ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെ കാട്ടി കൂടുതലായിട്ടുള്ള ലിപ്പിഡ് കണ്ടന്റ് ഇതിന്റെ മൈക്രോബാക്ടീരിയം ഏവിയം ഇൻട്രാസെല്ലുലാർ കോംപ്ലക്സിന്റെ ആ ഒരു സെൽ വാളിന്റെ മുകളിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് കൂടുതലായിട്ട് ആസിഡ് ഫാസ്റ്റ് നേച്ചർ കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വിർലൻസ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും, നമ്മുടെ സെൽസിന്റെ ഇൻസൈഡിൽ ഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഇതിന് മെയിൻ വിർലൻസ് ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൾമണറി ട്യൂബർക്ലോസിസിന് സിമിലർ ആയിട്ടുള്ള ഡിസീസസ് ആയിരിക്കും ഇത് കണ്ടുവരുന്നത്. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പേഷ്യൻസിന് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാവുക, അല്ലെങ്കിൽ പേഷ്യൻസിന് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, അങ്ങനെ എന്തെങ്കിലും ലങ്ങിന് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ലങ്ങിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിന് ഈ ഒരു മൈക്രോബാക്ടീരിയം ഏവിയം ഇൻട്രാസെല്ലുലാർ കോംപ്ലക്സിന്റെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ആ ഇൻഫെക്ഷൻ എന്തിനെ മിമിക് ചെയ്യും, നമ്മുടെ പൾമണറി ട്യൂബർക്ലോസിസിനെ മിമിക് ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ ഡിസീസ് സിമിലർ ടു ദാറ്റ് ഓഫ് പൾമണറി ട്യൂബർക്ലോസിസ് എന്നാണ് പറയുന്നത് ഈ MACയുടെ ഇൻഫെക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്ന HIV പേഷ്യൻസിനായിരിക്കും. HIV പേഷ്യൻസിന്റെ ഈ MACയുടെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തേ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസിമിനേറ്റഡ് ഡിസീസസ് എന്നുള്ള രീതിയിലേക്ക് കാണും. അതായത് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിയിട്ട് ബ്ലഡ് എങ്ങോട്ടേക്ക് പോകുന്നു, അങ്ങനെ എല്ലാ ഓർഗനിലേക്കും ഇതെന്ത് ചെയ്യാം, ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ HIV പേഷ്യൻസിന്. അവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു കണ്ടീഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HIV പേഷ്യൻസിനെ അവരുടെ CD4 സെൽ കൗണ്ട് ബിലോ 10 എത്തുന്ന സമയത്തായിരിക്കും ഈ MACയുടെ ഈ ഒരു ടൈപ്പിലുള്ള ഡിസിമിനേറ്റഡ് ഇൻഫെക്ഷൻ പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇൻഫെക്ടിവിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വെരി ഹൈ ആയിരിക്കും. ഇന്റൻസിറ്റി ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഹൈ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കേസിൽ നമ്മുടെ ഈ ഒരു HIV പേഷ്യൻസിന്റെ ടിഷ്യൂവിൽ എന്ത് ചെയ്യും, ഹൈ എമൗണ്ട് ഓഫ് ഈ ഒരു ബാക്ടീരിയനെ കാണാൻ പറ്റും. നമ്മൾ തിയററ്റിക്കലി പറയുന്ന സമയത്ത് 1 ml ബ്ലഡിന്റെ അകത്ത് 100 to 1000 മൈക്രോ ബാക്ടീരിയാസിനെ വരെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ HIV ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എയ്ഡ്സ് പേഷ്യൻസിന് ഈ ഒരു ഇൻഫെക്ഷൻ ഈവൻ ഇൻഹലേഷൻ വഴി വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. ഇനി അതല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ വഴി വരാം. ദാറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടർ ഒക്കെ കഴിക്കുന്നത് വഴി വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. പക്ഷെ എന്നിരുന്നാലും എന്തില്ല, ഈ ഒരു ഇൻഫെക്ഷൻ ഒരിക്കലും പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ഒരിക്കലും നടക്കുന്നില്ല. ഓക്കെ, മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻഹലേഷൻ വഴി വരാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴി വരാം. ദാറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഒരിക്കലും എന്ത് വരുന്നില്ല, പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ അവിടെ ഒരിക്കലും നടക്കുന്നില്ല. ഓക്കെ, പിന്നെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുക, ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയനെ കാണാൻ പറ്റും. ദെൻ LJ മീഡിയത്തിൽ ഗ്രോ ചെയ്യാം. പിന്നെ ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ക്ലാരിത്രോമൈസിനും പിന്നെ അസിത്രോമൈസിനും ഒക്കെയാണ് കൊടുക്കുന്നത്. ചില കേസിൽ നമ്മൾ കോമ്പിനേഷൻ ഡ്രഗ് ആയിട്ട്, അതായത് ലോങ് പീരീഡ് ഓഫ് എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കോമ്പിനേഷൻ ആയിട്ടുള്ള എഥാംബ്യൂട്ടോളും അതുപോലെ തന്നെ റിഫാംബ്യൂട്ടിനുള്ള കോമ്പിനേഷൻ ഡ്രഗ്സ് തെറാപ്പിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ മൈക്രോബാക്ടീരിയം ഏവിയം ഇൻട്രാസെല്ലുലാർ കോംപ്ലക്സ് 3 മാർക്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ മൈക്രോബാക്ടീരിയം സിനോപ്പി. ഇതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ടോഡ് എന്നാണ്. ടോഡ് നിങ്ങൾ അറിയാലോ, നമ്മുടെ ചെറിയ തവള. ഓക്കെ, ആ തവളയുടെ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനോപ്പിയസ് ലെവിസ് എന്ന് പറഞ്ഞ സ്പീഷീസിന്റെ അകത്തു നിന്നാണ് ഇത് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടായത്. ഇതിന്റെ തവളയുടെ ക്യൂട്ടേനിയസ് ലീഷൻ എന്നാണ്
ഇത് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ തെർമോഫിലിക് മൈക്രോബാക്ടീരിയം ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ ലവിംഗ് മൈക്രോബാക്ടീരിയ ആയിരിക്കും. ഇത് എന്ത് കോസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ക്രോണിക് പൾമിനറി ലീഷൻസ് ഒക്കെ ഹ്യൂമൻസിന് കോസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ ഐസൊലേറ്റ് ചെയ്ത് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലണ്ടൻ ആ ഒരു ഏരിയയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ കണ്ടുവരുന്നത്. ഇത് മെയിൻ ആയിട്ട് ഐസൊലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ ടാപ്സ് ഒന്നും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മെയിൻ വാട്ടർ സപ്ലൈസ് എന്നൊക്കെയാണ് ഈ മൈക്രോബാക്ടീരിയം സീനോപീന ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് മൈക്രോബാക്ടീരിയം അൾസറൻസ്. ഈ മൈക്രോബാക്ടീരിയം അൾസറൻസും നിങ്ങൾക്ക് 3 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് തന്നെയാണ് അൾസറൻസ്. എന്തായിരിക്കും? സ്കിൻ പാത്തോജൻ ആയിരിക്കും. മെയിൻ ആയിട്ട് ഇത് സ്കിൻ പാത്തോജൻ ആയിരിക്കും. ഇതിനെ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1958 ആസ്ട്രേലിയയിൽ വെച്ചിട്ട് ഒരു ഹ്യൂമന്റെ അൾസറേറ്റീവ് സ്കിന്നിനാണ് ഇതിനെ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇത് കോസ് ചെയ്യുന്ന ക്യൂട്ടേനിയസ് അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ഡിസീസസ് പോലെ സിമിലർ ആണ്. അതായത് നമ്മുടെ ഉഗാണ്ടയിൽ കാണപ്പെടുന്ന ഈ ബൊറേലി അൾസർ, പിന്നെ നൈജീരിയ, കോങ്കോ, മലേഷ്യ, ന്യൂഗിനിയ, മെക്സിക്കോയിലൊക്കെ കണ്ടുവരുന്ന ക്യൂട്ടേനിയസ് ലീഷൻസിന് സിമിലർ ആയിട്ടാണ് കണ്ടുവരുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൽജൈമഡിൽ ഗ്രോ ചെയ്യും, പക്ഷെ സ്ലോലി ആയിരിക്കും. ദാറ്റ് ഈസ് അബൌട്ട് 4 to 8 വീക്സിന് ശേഷം മാത്രമേ ഇതിന്റെ ഗ്രോത്ത് കിട്ടത്തുള്ളൂ. അതും ശ്രദ്ധിക്കണം. ഇൻക്യുബേഷൻ ടൈം ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 31 to 34 ഡിഗ്രി സെൽഷ്യസിൽ ആ ഒരു ടെമ്പറേച്ചർ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഗ്രോത്ത് നടക്കത്തുള്ളൂ. ദെൻ നേരെ മറിച്ച് ഈ ടെമ്പറേച്ചർ കുറച്ച് കൂടി, അതായത് 37 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഈ ഒരു മൈക്രോബാക്ടീരിയം അൾസറൻസിന്റെ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോബാക്ടീരിയം സ്പീഷീസിൽ ഏറ്റവും ഫസ്റ്റ് ഇറ്റ് ഈസ് ദ ഓൺലി വൺ മെമ്പർ ദാറ്റ് ഏബിൾ ടു പ്രൊഡ്യൂസ് എ പവർഫുൾ എക്സോടോക്സിൻ. അതായത് എന്താണ്, മൈക്രോബാക്ടീരിയം സ്പീഷീസിന്റെ അകത്ത് എക്സോടോക്സിൻ പ്രൊഡക്ഷൻ കാണിക്കുന്ന ഒരേ ഒരു ഓർഗാനിസം മാത്രമേ ഉള്ളൂ നമ്മുടെ മൈക്രോബാക്ടീരിയം അൾസറൻസ് ആണ്. ഈ ഒരു ടോക്സിന്റെ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഫോസ്ഫോലിപ്പോപ്രോട്ടീൻ ലിപ്പോപോളിസാക്കറൈഡ് കോംപ്ലക്സ് ആയിരിക്കും. ഇതിന് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉണ്ടാവും. ഈ ടോക്സിൻ ഉള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇൻഫ്ലമേഷനും നെക്രോസിസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് നമുക്ക് നമ്മുടെ ഹ്യൂമൻ ഇൻഫെക്ഷനിൽ ഉണ്ടാവുന്ന സെയിം ഡിസീസസ് തന്നെ നമ്മൾ എക്സ്പെരിമെന്റിൽ ഇത് നമ്മുടെ ഗിനി പിഗിലേക്ക് ഇൻട്രാഡെർമലി ഇഞ്ചക്ഷൻ ചെയ്ത സമയത്തും ഗിനി പിഗിനും ഈ ഒരു ഡിസീസസ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഹ്യൂമൻ എങ്ങനെയാണോ ഈ ഡിസീസിന്റെ ലീഷൻസ് ഒക്കെ ഫോം ചെയ്തത്, അതേപോലെ തന്നെ ഈ ഗിനി പിഗിലും നമ്മൾ ഇൻട്രാഡെർമലി ഇഞ്ചക്ഷൻ ചെയ്ത സമയത്ത് ഇൻഫ്ലമേഷനും നെക്രോസിസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മൈക്രോബാക്ടീരിയം അൾസറൻസിന്റെ മെയിൻ പാത്തോജനസിസ് അല്ലെങ്കിൽ വിർലൻസ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പവർഫുൾ എക്സോടോക്സിൻസ്. പിന്നെ ഇതിനെ മെയിൻ ആയിട്ട് അൾസർ കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഗ്സിലും പിന്നെ അതുപോലെ തന്നെ ആംസിലും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ നമ്മുടെ നമ്മുടെ ലീഷൻസ് കണ്ടുവരുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് ഇൻഫെക്ഷൻ എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ അല്ലെങ്കിൽ കൈയുടെ കാലിന്റെ ഒക്കെ എന്തെങ്കിലും മൈനർ ഇഞ്ചുറീസ് ഉണ്ടാവും. ആ ഇഞ്ചുറീസുമായി ഈ ഒരു ഓർഗാനിസം ആക്സസ് ചെയ്യുന്നു. നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻഫെക്ഷൻ ബിഗിൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ആ ഒരു സൈറ്റ് ഓഫ് ഇനോക്കുലേഷൻ സൈറ്റിൽ എന്തുണ്ടാവും, ഒരു ഇൻഡോറേറ്റഡ് നൊഡ്യൂൾസ് ഉണ്ടാവും. ആ നൊഡ്യൂൾസ് പിന്നെ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു ഇൻഡോളന്റ് അൾസർ ഫോർമേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിലും പിന്നെ നമ്മൾ AFB ചെയ്ത് നോക്കാം. ഇതിന്ന് മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബോത്ത് ആസിഡ് ഫാസ്റ്റ് ആൻഡ് ആൽക്കഹോൾ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ അതിന്റെ സാമ്പിൾ കളക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫ്രം എഡ്ജ് ഓഫ് ദ അൾസർ ആയിരിക്കും. അതും ഇമ്പോർട്ടന്റ് ആണ്. ബേസ് ഓഫ് നമ്മുടെ ഈ ഒരു അൾസറിന്റെ എഡ്ജിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്തെടുക്കേണ്ടത്, സാമ്പിൾ കളക്ഷൻ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്ത് ചെയ്യും, ആ ഒരു അൾസർ സ്കാർ വന്നിട്ട് അതങ്ങ് ഫോർമേഷൻ അതങ്ങ് ഹീൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ റാപ്പിഡ് ഗ്രോവേഴ്സ്. പേര് തന്നെ എന്താണ്, പെട്ടെന്ന് ഗ്രോ ചെയ്യും. ദാറ്റ് ഈസ് നമ്മുടെ എൽജമീഡിയത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വിത്തിൻ 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ ഗ്രോത്ത് കിട്ടും. ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് വിത്തിൻ 1 വീക്സിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ ഓർഗാനിസത്തിനും എല്ലാ മൈക്രോബാക്ടീരിയം സ്പീഷീസിനും നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് റാപ്പിഡ് ഗ്രോവേഴ്സ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് എല്ലാ കാറ്റഗറീസും വരും. ദാറ്റ് ഈസ് ഫോട്ടോക്രോമജൻസ് വരാം, സ്കോട്ടോക്രോമജൻസ് വരാം ആൻഡ് നോൺ ഫോട്ടോക്രോമജൻസ് വരാം ഇതിന്റെ റാപ്പിഡ് ഗ്രോവേഴ്സിന്റെ അകത്ത്. ഇതിന്റെ അകത്ത് റാപ്പിഡ് ഗ്രോവേഴ്സിൽ ക്രോമജനിക് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ക്രോമജനിക് സാപ്രോഫൈറ്റ്സ് ഉണ്ടാവും. ആ ക്രോമജനിക് സാപ്രോഫൈറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് മൈക്രോബാക്ടീരിയം സ്മെഗ്മാറ്റിസ്, മൈക്രോബാക്ടീരിയം ഫിലൈ ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഈ റാപ്പിഡ് ഗ്രോവേഴ്സ് നമ്മൾ 5 സ്പീഷീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ 5 സ്പീഷീസും എന്താണ്, ഓപ്പർച്യൂണിസ്റ്റിക്, ദേ ആക്ട് ആസ് ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻസ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലോവേർഡ് ആവുന്ന സമയത്ത് നമുക്ക് കയറി ഇൻഫെക്ഷൻ കോസ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് മൈക്രോബാക്ടീരിയം ഫോർച്യൂണം, മൈക്രോബാക്ടീരിയം ഷോൾണി, മൈക്രോബാക്ടീരിയം ആബ്സിസസ്, മൈക്രോബാക്ടീരിയം സ്മെഗ്മാറ്റിസ് ആൻഡ് മൈക്രോബാക്ടീരിയം ഫിലൈ.
ഇതൊക്കെ എന്തായിരിക്കും റാപ്പിഡ് ഗ്രോവേഴ്സിന് എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ AFB ചെയ്തിരുന്ന സമയത്ത് എന്തായിരിക്കും ഇത് ഇറഗുലറി സ്ട്രെയിൻ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും ഇത് ലോ വിർലൻസ് ഓർഗാനിസംസ് ആയിരിക്കും. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്നെങ്കിൽ ഇയാട്രോജനിക് ഇൻഫെക്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ വഴി നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാം. അതെന്ന് വെച്ചാൽ സബ്ക്യൂട്ടേനിയസ് ഡീപ്പ് സബ്ക്യൂട്ടേനിയസ് വൂണ്ട് ഇൻഫെക്ഷൻസ് ഒക്കെയാണ് ഇത് കോസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഈ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ മെയിൻ ആയിട്ട് ഐസൊലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേറ്റഡ് വൂണ്ട് ഡ്രസ്സിംഗ്സിന് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രാവിനസ് കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ കോസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്രോസ്റ്റാറ്റിക് ഡിവൈസസ് ഇൻഫെക്ഷൻ കോസ് ചെയ്യാം. അതായത് ഹാർട്ട് ലങ് മെഷീൻസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഓർഗാനിസം അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പർച്യൂണിസ്റ്റിക്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻ എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻഫെക്ഷൻ വേണമെങ്കിൽ നമുക്കൊരു ഇംപ്രോപ്പർ ക്ലീൻഡ് അല്ലെങ്കിൽ ഇംപ്രോപ്പർലി ക്ലീൻഡ് കത്തീറ്റേഴ്സ് വഴി അല്ലെങ്കിൽ ഹാർട്ട് ലങ് മെഷീൻസ് ഒക്കെ വഴി നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതൊക്കെ മൈക്കോബാക്ടീരിയം ഫോർച്യൂണ, മൈക്കോബാക്ടീരിയം ഷോൾനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ക്രോമോജൻസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി പിഗ്മെന്റ് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസിന് ക്രോണിക് ആബ്സിസും പിന്നെ ക്രോണിക് ആബ്സിസ് കോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വാക്സിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വാക്സിൻ്റെ അകത്തും ഇത് എന്തായിട്ട് വരാം, ഒരു കണ്ടാമിനേഷൻ ആയിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലുള്ള ഓർഗാൻസ് ആണ് മൈക്കോബാക്ടീരിയം ഫോർച്യൂണും മൈക്കോബാക്ടീരിയം ഷോൾനിയും. അതുപോലെ തന്നെ ചില കേസിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉള്ള സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് വെച്ചാൽ സോയിലിൻ്റെ അകത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ കണ്ടുവരുന്ന ഓർഗാനിസംസ് ആണ്. ഈ മൈക്കോബാക്ടീരിയം ഫോർച്യൂണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിന് സിമിലർ ആയിട്ടുള്ള പൾമണറി ഡിസീസസ് ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ഈ രണ്ട് മൈക്കോബാക്ടീരിയം ഷോൾനിയും മൈക്കോബാക്ടീരിയം ഫോർച്യൂണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. എന്നിട്ട് ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർഡ് കോളനീസ് ആയിരിക്കും ഫോം ചെയ്യുക. നമ്മൾ AFB ചെയ്ത് നോക്കുന്ന സമയത്ത് ചില സമയത്ത് ഇത് കോക്കോയിഡ് അല്ലെങ്കിൽ ഫിലമെന്റസ് അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് എത്തുക. മൈക്കോബാക്ടീരിയം ഫിലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും നോൺ പാത്തോജനിക് ആയിരിക്കും. ഇത് ബഫ് കളർഡ് കോളനീസ് ആയിരിക്കും ഫോം ചെയ്യുക. ഫർദർ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് യെല്ലോ ടു ഓറഞ്ചിലേക്ക് മാറാം. മൈക്കോബാക്ടീരിയം ഫിലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും 52 ഡിഗ്രി സെൽഷ്യസിൽ ഗ്രോ ചെയ്യും. ഇത് 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഹീറ്റിംഗ്, ഇറ്റ് ക്യാൻ സർവൈവ് ഹീറ്റിംഗ് അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 4 hours. ഇതിന്റെ മൈക്കോബാക്ടീരിയം ഫിലൈന്റെ മാത്രം പ്രത്യേകതയാണ്. മൈക്കോബാക്ടീരിയം സ്മെഗ്മാറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോർമലി ഫൗണ്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മെഗ്മയുടെ അടുത്താണ് നോർമലി കണ്ടുവരുന്നത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സെക്രേഷൻ അറൗണ്ട് ദ യൂറിത്രൽ ഓറിഫൈസിന്റെ അടുത്തുള്ള ഒരു വൈറ്റ് സെക്രേഷനിലാണ് ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലെൻഡർ കർവ്ഡ് ആൻഡ് റിജിഡ് റോഡ് ബാസിലെ ആയിരിക്കും. ദേ ആർ ബോത്ത് ആസിഡ് ആൻഡ് ആൽക്കഹോൾ ഫാസ്റ്റ് ആയിരിക്കും. എന്നിരുന്നാലും ചില ബാസിൽ എന്തുണ്ട്, അതായത് ആൽക്കഹോൾ ഫാസ്റ്റ്നെസ് അങ്ങനെ കാണിക്കുന്നില്ല. നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന സമയത്ത് ദേ ആർ ബോത്ത് ആസിഡ് ആൻഡ് ആൽക്കഹോൾ ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് ഹ്യൂമൻ ഇൻഫെക്ഷൻ ഒന്നും അങ്ങനെ നോർമലി കോസ് ചെയ്ത് ഇറ്റ് ഇസ് എ റയർ ഹ്യൂമൻ പാത്തോജൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഇസ് മെയിൻ ആയിട്ട് ഒക്കേഷണൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ലങ്സിലും സ്കിന്നിലും പിന്നെ അതുപോലെ തന്നെ ബോൺ ആൻഡ് ജോയിന്റ് ഇൻഫെക്ഷൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. നമ്മൾ ടിപ്പിക്കൽ മൈക്കോബാക്ടീരിയത്തിൽ വരുന്ന ഓർഗാനിസംസും അത് കോസ് ചെയ്യുന്ന ഡിസീസസും ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് മൈക്കോബാക്ടീരിയം കൺസാസി പൾമണറി ഡിസീസ് കോസ് ചെയ്യുന്നു. മൈക്കോബാക്ടീരിയം മാരിനം സ്വിമ്മിംഗ് പൂൾ ഗ്രാനുലോമ കോസ് ചെയ്യുന്നു. മൈക്കോബാക്ടീരിയം സിമിയെ പൾമണറി ഡിസീസ് റയർലി കോസ് ചെയ്യുന്നു. ദെൻ മൈക്കോബാക്ടീരിയം സ്കാർഫുലോസം ലിംഫാഡിനോപ്പതി. ദെൻ മൈക്കോബാക്ടീരിയം ഗോർഡോണെ റയർലായിട്ട് പൾമണറി ഡിസീസും. മൈക്കോബാക്ടീരിയം സുൾഗി ഒക്കേഷണലി പൾമണറി ഡിസീസും. ദെൻ മൈക്കോബാക്ടീരിയം സിനോപ്പി ക്രോണിക് പൾമണറി ഡിസീസും. Then Mycobacterium avium intracellular complex pulmonary disease, lymphadenopathy, then disseminated diseases. Then Mycobacterium ulcerans Burley ulcers. Mycobacterium fortunum post trauma chronic abscess. Then വീണ്ടും Mycobacterium ഷോൾനിയും എന്ത് കോസ് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ട്രോമ ക്രോണിക് ആബ്സിസ് കോസ് ചെയ്യുന്നുണ്ട്. Then Mycobacterium abscess കോസ് ചെയ്യുന്നു. Then Mycobacterium genovans disseminated diseases ആണ് മെയിൻ ആയിട്ട് എയ്ഡ്സ് റിലേറ്റഡ് ഡിസീസസ് ആണ് കോസ് ചെയ്യുന്നത്. ഇത്രയാണ് എറ്റിപ്പിക്കൽ മൈക്രോബാക്ടീരിയത്തിൽ വരുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് MAC, that is Mycobacterium avium intracellular complex, then Mycobacterium ulcerans. ഇത് രണ്ടുമാണ് നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് NTM-ന്റെ അകത്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത്രയാണ് NTM-ൽ വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.